ഈ രോഗമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ആരോഗ്യം ഉണ്ടെന്നല്ല അർത്ഥം. മനസ്സിലായില്ലേ? അപ്പം ആരോഗ്യം ഉണ്ടാക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? അപ്പം അത് നമ്മളുടെ ഏത് ചടങ്ങുകൾ നോക്കിയാലും അറിയാം. നമ്മൾ ഇരിക്കുന്നത് ഭൂമിയിലാണ്. ഭൂമിയിലിരിക്കുന്ന നമ്മളെ ഈ ഗ്രഹങ്ങൾ എങ്ങനെ ബാധിക്കുന്നു? ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ബാധിക്കും. ഇപ്രാവശ്യം നമുക്ക് മേടം 2-ാം തീയതിയാണ് വിഷു വന്നേക്കുന്നത്. എന്താണ് ഇപ്രാവശ്യം അങ്ങനെ വന്നത്? എന്തുകൊണ്ടാണ് ഈ മേടം 1-ാം തീയതി എല്ലാ വർഷവും വിഷു ആഘോഷിക്കുന്നത്? എന്താണ് ഈ വിഷുക്കണിയുടെ പ്രത്യേകത? നമസ്കാരം, ജ്യോതിഷ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. കണ്ണന്റെ ദിവ്യ കാഴ്ചയോടെ മയിൽപ്പീലി ചൂടി പുഞ്ചിരിച്ചു നിൽക്കുന്ന കള്ളക്കണ്ണന്റെ പുഞ്ചിരിയോടെ ഒരു പുലർക്കാലം മിഴി തുറക്കുന്ന ആ ശുഭദിനം, ആ വിഷുദിനം വന്നെത്തുകയാണ്. നമുക്കറിയാം, എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും തന്നെ നമുക്ക് വിഷുക്കണി ഒരുക്കാത്ത ഒരു വിഷുദിനം ഉണ്ടാവുകയില്ല. ഇന്ന് ആ വിഷുക്കണിയെക്കുറിച്ച്, വിഷുക്കണിയുടെ പ്രത്യേകതകളെ കുറിച്ച് നമ്മോട് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ആധ്യാത്മിക പ്രഭാഷണ രംഗത്ത് നിങ്ങൾക്കെല്ലാം ഏറെ സുപരിചിതയായ അധ്യാപികയായ, ഏറ്റുമാനൂരപ്പൻ കോളേജിലെ അധ്യാപികയും മാനേജ്മെന്റ് വിദഗ്ധയുമൊക്കെയായ പ്രൊഫസർ സരിത അയ്യരാണ്. ചേച്ചി നമസ്കാരം. നമസ്തേ. ചേച്ചി, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും വിഷുക്കണിയാണ് വിഷുവിന്റെ ഏറ്റവും വലിയ പ്രാധാന്യമായി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. എന്താണ് ഈ വിഷുക്കണിയുടെ പ്രത്യേകത? കണി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്ന, ഒരു ദിവസം നമ്മൾ ആദ്യം കാണുന്ന കാഴ്ചയ്ക്കാണ് ഈ കണി എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഒരു വിശ്വാസപ്രകാരം ഒരു ദിവസം ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താണോ കാണുന്നത് അത് നമ്മളുടെ അന്നത്തെ ദിവസത്തെ സ്വാധീനിക്കുന്നു. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഏറ്റവും നല്ലത് കണ്ടാൽ അന്ന് നമുക്ക് ശുഭമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. പക്ഷെ ഇത് വെറുതെ പറയുന്നതാണോ എന്ന് ചോദിച്ചാൽ നമുക്കിത് കൃത്യമായിട്ട് ശരിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമ്മൾ എന്താണോ അകത്തേക്ക് കഴിക്കുന്നത്, ആഹാരം അല്ലെ, ഈ ആഹാരമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെയും സ്വഭാവത്തിനെയും ഒക്കെ രൂപീകരിക്കുന്നത്. ചിലർ പറയും ആഹാരം എങ്ങനെയാ മനസ്സിനെ രൂപീകരിക്കുന്നത്. ചാന്തോക്യ ഉപനിഷത്തിന്റെ വ്യാഖ്യാനത്തിൽ ആദിശങ്കരാചാര്യ ഇത് പറയുന്നുണ്ട്. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അതിന്റെ സ്ഥൂലമായിട്ടുള്ള ഭാഗം മലമാകും, സൂക്ഷ്മ ഭാഗമാണ് മനസ്സാകുന്നത്. ഈ മനസ്സ് അനുസരിച്ചാണല്ലോ നമ്മുടെ സ്വഭാവമൊക്കെ വരുന്നത്. ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, ഒരാൾ മദ്യം കഴിച്ചാൽ എന്തുകൊണ്ടാണ് നൃത്തം വെക്കുന്നത്? അകത്തേക്ക് പോകുന്നതാണല്ലോ അയാൾ സ്വഭാവമായിട്ട് പുറത്ത് കാണിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആഹാരം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മളുടെ വിചാരം നമ്മളുടെ ആഹാരം എന്ന് പറയുന്നത് നമ്മൾ ഈ വായിലൂടെ കഴിക്കുന്ന മാത്രമാണെന്നാണ്. അങ്ങനെയല്ല. നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഉള്ളിലേക്ക് പോകുന്ന എല്ലാം ആഹാരമാണ്. ഇപ്പൊ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. അപ്പൊ ഇതിലൂടെ പോകുന്ന എല്ലാ ആഹാരമാണ്. ഇപ്പൊ കണ്ണിലൂടെ നമ്മൾ കാണുന്നത്, മൂക്കിലൂടെ മണക്കുന്നത്, വായിലൂടെ കഴിക്കുന്നത് അല്ലെ, നമ്മൾ സ്പർശം അനുഭവിക്കുന്നത്, ചെവിയിലൂടെ കേൾക്കുന്ന, ഇതെല്ലാം ആഹാരമാണ്. അപ്പൊ ആഹാരം എന്തിനെ സ്വാധീനിക്കുന്നു എന്നാ പറഞ്ഞത്? മനസ്സിനെ സ്വാധീനിക്കുന്നു. ആ മനസ്സനുസരിച്ചായിരിക്കും നമ്മളുടെ സ്വഭാവം ഇരിക്കുക. അപ്പൊ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നതും നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ അത് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമ്മള് ഈ സെമിത്തേരിയിലൊക്കെ പോവാണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരു ദിവസം പകൽ സമയത്ത് റോഡ് സൈഡിലുള്ള ഒരു സെമിത്തേരിയുടെ വെളിയിൽ കൂടി പോവാണ്. അപ്പൊ നല്ല വലിയ മതിലൊക്കെ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷെ നമ്മളത് സെമിത്തേരി ആണെന്ന് പോലും ഓർക്കില്ല. ശരിയല്ലേ? പക്ഷെ ഒരു വെള്ളിയാഴ്ച ദിവസം രാത്രി 12 മണിക്ക് നമ്മൾ ആ സെമിത്തേരിക്കുള്ളിലൂടെ നടക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ പറയുമോ, ചിലപ്പം പ്രേതത്തെ കാണുമായിരിക്കും, പേടിയാണ് എന്ന് പറയും. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളുടെ മനസ്സിലേക്ക് പ്രേതം ഓർമ്മ വരും. അപ്പൊ ഈ പ്രേതത്തെ എങ്ങനെയാ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക? പ്രേതം ഏത് കളറിലുള്ള സാരിയാണ് ഉടുക്കാറ്? വെള്ള സാരി മാത്രമേ പ്രേതത്തിനുള്ളൂ. പാവം, നമ്മൾ ആരും പ്രേതത്തെ കണ്ടിട്ടില്ല. പക്ഷെ പ്രേതം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വെള്ള സാരിയാ വരുന്നത് അല്ലേ? പിന്നെ പ്രേതം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം 12 മണിക്കാണ് വരുന്നത്. മുടി അഴിച്ചിട്ടാണോ മുടി കെട്ടി വെച്ചിട്ടാണോ പ്രേതം വരുന്നത്? മുടി അഴിച്ചിട്ട പ്രേതങ്ങളാണ് നമ്മൾ കാണുന്നത്. പൊതുവെ ചുരിദാറിട്ട പ്രേതം ഈയിടെ ഒരു സിനിമയിലുണ്ടായിരുന്നു എന്നല്ലാതെ ചുരിദാറിട്ട പ്രേതത്തിനെ നമ്മൾ അങ്ങനെ കാണാറില്ല. ചെലങ്കയുടെ ശബ്ദമുണ്ട് അല്ലെ, പാലപൂത്ത മണം, ഇതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ആരും പ്രേതത്തെ കണ്ടിട്ടില്ല.
പക്ഷെ പ്രേതം എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഇത് മുഴുവൻ വരികയാണ്. ഇതിന് കാരണം എന്താ? ഇതിന് കാരണം ഇതിനു മുമ്പ് ടിവിയിലൂടെയും സിനിമയിലൂടെയെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് അത് നമ്മളുടെ കണ്ണിലൂടെയുള്ള ആ, അല്ലെങ്കിൽ എന്താ പറയാ, അതിൻ്റെ ഒരു പ്രേതം വരുമ്പോൾ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ചെവിയിലൂടെ കയറുന്നുണ്ട് അല്ലെ, പാലപൂത്ത മണം മൂക്കിലൂടെ കയറുന്നുണ്ട്, കണ്ണിലൂടെ ടിവിയിൽ നമ്മൾ അത് കാണുന്നുണ്ട് അല്ലെ, പാല വെളിയിൽ കൂടെ ഇറങ്ങി നടക്കുമ്പോൾ അതിന്റെ മണം വരുമ്പോൾ നമുക്കിത് ഓർമ്മ വരും. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇതെല്ലാം നേരത്തെ നമ്മുടെ ഉള്ളിൽ കയറി ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സെമിത്തേരിയിലൂടെ നടക്കുമ്പോൾ പ്രേതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇതെല്ലാം വരികയാണ്. അതായത് ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഉള്ളിൽ പോയ ആഹാരം നമ്മളുടെ മനസ്സായി രൂപപ്പെടുത്തി അതിലൂടെ നമ്മളുടെ ഈ ഓരോ രൂപത്തെയും അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവത്തെ നമ്മുടെ മനസ്സിൽ ഓരോ രൂപം കൊടുക്കുന്നത് ചിന്തയെ ഇത് സ്വാധീനിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈശ്വരനെ കുറ്റം പറയാൻ പറ്റൂ? കാരണം എന്നാ വെച്ചാൽ നമ്മൾ തന്നെ പോയിരുന്ന ടി വി കണ്ടു, നമ്മൾ തന്നെ പോയിരുന്ന സിനിമ കണ്ടു, എന്നിട്ട് പ്രേതത്തിന് നമ്മൾ തന്നെ രൂപം കൊടുത്തു, എന്നിട്ട് എന്നാലും ഈശ്വരൻ എന്റെ മനസ്സെന്താ ഇങ്ങനെയാക്കിയെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മളുടെ ആചാര്യന്മാര് പറയുന്നത് നല്ല കാര്യങ്ങള് കേൾക്കുക, നല്ല കാര്യങ്ങൾ കാണുക, നല്ല കാര്യങ്ങൾ മണക്കുക അല്ലെ, നല്ല കാര്യങ്ങള് പറയുക അല്ലെ, നല്ല കാര്യങ്ങൾ അനുഭവിക്കുക എന്ന് പറഞ്ഞത്. ഇതാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ആചാര്യന്മാര് നമ്മളുടെ ഏതൊരു ആചരണ പദ്ധതികൾ എടുത്താലും ഇതിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ് അവര് പ്രധാനമായിട്ട് ഇത് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു കുട്ടിയെ രാവിലെ എന്നും പോത്തേ എന്നും പറഞ്ഞ് വിളിച്ചെഴുന്നേൽപ്പിച്ചാൽ അവന്റെ മനസ്സിൽ എന്തായിരിക്കും ചിന്ത വരിക? ഞാനൊരു പോത്താണ്, അപ്പൊ പോത്തിനുള്ള എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം ഞാനാണെന്ന് ചിന്തിക്കും അല്ലെ. വാൽമീകി രാമായണത്തില് എങ്ങനെയാണ് വിശ്വാമിത്ര മഹർഷി ശ്രീരാമനെ ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത്? ഇത്ര സൗമ്യമായിട്ട് കൗസല്യ, സുപ്രജ, രാമ അല്ലെ, ആ രീതിയിലാണ് ഉണർത്തുന്നത്. അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളുടെ അന്തരീക്ഷം മുഴുവൻ വളരെ ശാന്തമാണ്, ഓക്സിജൻ വളരെ കൂടുതലുള്ള സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ മനസ്സും ശാന്തമായിട്ട് വേണം എഴുന്നേൽക്കുക. കൂടെ ചാട്ടിയൊന്നും എഴുന്നേൽക്കരുത് പറയും, വളരെ ശാന്തമായിട്ട് എഴുന്നേൽക്കണം. അപ്പൊ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മളുടെ അന്നത്തെ ആ ചിന്തയിലേക്ക്, മനസ്സിലേക്ക് അത് ഏത് ദിവസമാണെങ്കിലും എന്ത് വേണം, നല്ല കാര്യങ്ങള് വേണം കൊണ്ടുപോകാൻ. പക്ഷെ എല്ലാ ദിവസവും കണി ഒരുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് നമ്മളോട് എന്താ ആചാര്യന്മാര് പറഞ്ഞിരിക്കുന്നത്? എല്ലാ ദിവസവും ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേതു ഗോവിന്ദ, പ്രഭാതേ കരദർശനം. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേതു ഗോവിന്ദ. അപ്പൊ നമ്മളുടെ കരത്തിൽ മുഴുവൻ ദേവന്മാരാണ്. അപ്പൊ അന്നത്തെ ദിവസം ഈ ദേവന്മാരാണ് കയ്യിലുള്ളതെങ്കിൽ ആ കൈ കൊണ്ട് എന്തേ നമുക്ക് ചെയ്യാൻ തോന്നും? നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ തോന്നും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എഴുന്നേക്കാൻ പറഞ്ഞിരിക്കുകയാണ്. വർഷത്തിലൊരിക്കൽ നമ്മളുടെ പുതുവർഷം ആരംഭിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ കണിയെല്ലാം ഒരുക്കി അന്നത്തെ ദിവസം നമ്മുടെ മനസ്സിലേക്ക് ശുഭമായിട്ടുള്ള ചിന്തകൾ നമ്മൾ കടത്തിവിടുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ കണി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ആദ്യം കാണുന്ന ആ ഒരു രംഗം അതിനാണെന്നും അത് ശുഭകരമായിട്ടുള്ള വസ്തുക്കളെല്ലാം വെച്ചിട്ട് കാണണം എന്നും പറയുന്നതിന്റെ ഒരു പ്രാധാന്യം. അപ്പൊ അത് ആ പോസിറ്റീവ് ഊർജ്ജം ഒരു വർഷം മുഴുവൻ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നതാണോ? നിലനിൽക്കും, തീർച്ചയായിട്ടും. ചേച്ചി, കലണ്ടറിലെ ഒരു ദിനം, ഒരു ദിവസം എന്നതിലുപരി എല്ലാ വർഷവും ഈ മേടം 1-ാം തീയതി തന്നെ വിഷു ആഘോഷിക്കാൻ അതിന് ജ്യോതിശാസ്ത്രപരമായി എന്തെങ്കിലും കാരണമുണ്ടോ? എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം നമുക്ക് മേടം 2-ാം തീയതിയാണ് വിഷു വന്നേക്കണേ. എന്താണ് ഇപ്രാവശ്യം അങ്ങനെ വന്നത്? എന്തുകൊണ്ടാണ് ഈ മേടം 1-ാം തീയതി എല്ലാ വർഷവും വിഷു ആഘോഷിക്കുന്നത്? അതൊന്ന് പറഞ്ഞു തരാമോ? നമ്മളുടെ ഉത്തരായന കാലവും ദക്ഷിണായന കാലവും ഒക്കെ നോക്കുകയാണെങ്കിൽ പൊതുവെ പറയുന്നത് ഈ മകരമാസം തൊട്ടുള്ള 6 മാസം. അപ്പൊ മകരം എന്ന് പറഞ്ഞാൽ എത്ര? മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം. ഈ 6 മാസമാണ് ഉത്തരായന കാലം. ദേവന്മാർ ഉണർന്നിരിക്കുന്ന ദേവന്മാരുടെ പകലെന്ന് പറയും. അപ്പൊ അതിന്റെ നടുഭാഗം ഏകദേശമായിട്ട് എന്താ വരുന്നത്? മേടം ആയിട്ട് വരും അല്ലെ. മകരം, കുംഭം, മീനം, മേടം. അപ്പൊ നടുവ് ഭാഗം എന്ന് പറയുന്നത് ഈ മേടമാസമാണ്. അത് ഉത്തരായന കാലത്തിന്റെ. ഇനി ദക്ഷിണായന കാലത്തിന്റെ എടുത്താലോ? ദക്ഷിണായനം തുടങ്ങുന്നത് കർക്കിടകത്തിലാണ്. കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു വരെ. അപ്പൊ അതിന്റെ നടുവെന്ന് പറയുന്നത് തുലാമാണ്. തുലാം 1. ഈ 2 ദിവസങ്ങൾക്കും പ്രത്യേകതയുണ്ട്. കാരണം ഈ 2 ദിവസങ്ങളിലാണ് രാത്രിയും പകലും ഒരുപോലെ വരുന്നത്.
ഏകദേശം. ഇപ്പൊ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരാം. രാത്രിയും പക്ഷേ പകലും ഒരേ എങ്കിലും സമയമായിരിക്കും. ഒരേ സമയമായിരിക്കും രാത്രിയും പകലും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഒരു വർഷത്തില് ശരിക്കും പറഞ്ഞാല് 2 വിഷു ഉണ്ട്. ഈ പേര് വന്നിരിക്കുന്ന എന്താന്ന് വെച്ചാല് വിഷു, വിഷുവം അല്ലെങ്കിൽ വിഷുവത്ത് എന്ന് പറയും. വിഷുവത്ത് എന്ന് പറഞ്ഞാല് ഒരേപോലെയുള്ളത്, തുല്യമായിട്ടുള്ളത്, സമമായിട്ടുള്ളത് എന്നാണ് അർത്ഥം. അപ്പൊ രാത്രിയും പകലും തുല്യമായിട്ടുള്ളത് കൊണ്ട് ഇതിന് വിഷുവത്ത് എന്ന് പറയും. അപ്പൊ അല്ലെങ്കിൽ വിഷുവം എന്ന് പറയും. വിഷുവം ലോപിച്ചാണ് വിഷുവായിട്ട് മാറിയത്. അപ്പൊ ഒരു വർഷത്തില് ശരിക്കും പറഞ്ഞാല് 2 വിഷു ഉണ്ട്. മേട വിഷു ഉണ്ട്, തുലാം വിഷു ഉണ്ട്. നമ്മൾ പക്ഷെ ഇപ്പൊ അത് എല്ലാത്തിലും ഉണ്ട്. ഇപ്പൊ ശിവരാത്രി എല്ലാ ദിവസവും ഉണ്ട്. എന്താ പറയാ, പക്ഷ ശിവരാത്രി ഉണ്ട് 15 ദിവസം. മാസത്തിലൊരു ശിവരാത്രി ഉണ്ട്, വർഷത്തിലൊരു ശിവരാത്രി ഉണ്ട്. അപ്പൊ വർഷത്തിലുള്ള ഒരു ശിവരാത്രിയെ നമ്മൾ മഹാശിവരാത്രി എന്ന് പറയും. അപ്പൊ അതുപോലെ വേണമെങ്കിൽ ഇതിന് മഹാവിഷു എന്ന് പറയാം. നമ്മൾ എടുക്കുന്നത് ഈ മേടമാസത്തിലെ 1-ാം തീയതിയിലെ ഈ ഒരു വിഷുവിനെയാണ്. ഇനി കേരളത്തിനുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ പൊതുവെ ഒരു വർഷം ആരംഭിക്കുന്നത് മേടമാസം എന്നാണ് പറയുന്നത്. മലയാളികളുടെ പുതുവർഷം. ശരിക്കും പറഞ്ഞാല് ഈ ശകവർഷം നോക്കിക്കഴിഞ്ഞാല് ഹിന്ദു കലണ്ടർ പ്രകാരം ആദ്യത്തെ മാസം എന്ന് പറയുന്നത് ചൈത്രമാസമാണ്. അങ്ങനെ അങ്ങ് പോകും. പക്ഷെ ഈ മേടമാസത്തിന്റെ പ്രത്യേകത ഈ ഉത്തരായനത്തില്, അതായത് ഞാൻ പറഞ്ഞു മകരമാസത്തില് സൂര്യൻ വടക്കോട്ട് സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പൊ ഈ വടക്കോട്ട്, കേരളം എന്ന് പറയുന്നത് ഭൂമധ്യരേഖയിൽ നിന്ന് ഒരു 8 ഡിഗ്രി ചെരിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ സൂര്യൻ ഈ വടക്കോട്ട് സഞ്ചരിക്കുമ്പോൾ ഈ മേട 1 കേരളത്തിന്റെ മുകളിൽ എത്തുന്നതെന്നാണ് ആചാര്യന്മാര് പറയുന്നത്. ഈ മേട 1 തൊട്ട് 10 ദിവസം കേരളത്തിന്റെ മുകളിലായിരിക്കും. ചൂട് കണ്ടാൽ അറിയാമല്ലോ നമുക്ക് ഏകദേശം. അപ്പൊ സൂര്യൻ കേരളത്തിന്റെ ഏറ്റവും മുകളിൽ വരുന്ന ദിവസമാണ് ഈ മേട 1. അപ്പൊ അതാണ് നമ്മൾ പുതുവർഷമായിട്ട് ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കാണ് ഈ വിഷുഫലമൊക്കെ ഉള്ളത്. ജ്യോതിഷ പ്രകാരം കേരളീയർക്കാണ് വിഷുഫലം. അതായത് നമ്മുടെ പുതുവർഷം സൂര്യൻ ആ സമയത്താണ് കേരളത്തിന്റെ മുകളിൽ വരുന്നത്. അപ്പൊ നമുക്ക് പുതുവർഷമായിട്ട് നമ്മൾ പറയുന്നത് ഈ ദിവസമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രാത്രിയും പകലും തുല്യമായിട്ടുള്ള വളരെ വിശേഷപ്പെട്ട ദിവസമായതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെ നമ്മൾ ഒരു പ്രത്യേക ദിവസമായിട്ട് ആചരിക്കുന്നത്, പുതുവർഷമായിട്ട്, ഒരു പുതിയ തുടക്കം എന്നുള്ള രീതിയിൽ. പക്ഷെ ഇതിനെപ്പറ്റി വിഷ്ണു പുരാണത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2-ാം അംശത്തില് പ്രത്യേകമായിട്ട് ഇതിനെ പറയുന്നുണ്ട്. ഈ 2 വിഷുവിനെ പറ്റിയും പറയുന്നുണ്ട്. ശരത് ഋതുവിൽ നമ്മൾ ആചരിക്കുന്നതാണ് ആ തുലാം വിഷു എന്ന് പറയുന്നത്. വസന്ത ഋതുവിൽ നമ്മൾ ആചരിക്കുന്നതാണ് നമ്മൾ ഈ പറയുന്ന മേടവിഷു എന്നും. ഈ 2 വിഷുവിൽ രാവും പകലും തുല്യമായിരിക്കും എന്നെല്ലാം നമ്മളുടെ ആചാര്യന്മാര് പറയുന്നുണ്ട്. അപ്പൊ നമ്മളുടെ പല ആചരണങ്ങളും നോക്കിക്കഴിഞ്ഞാൽ സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും അന്തരീക്ഷവും എല്ലാം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കേരളത്തില് കൃഷി ഇറക്കുന്ന കാലം എന്ന് പറയുന്നത് ഈ മേട 1 തൊട്ട് 10 വരെയാണ് പ്രധാനപ്പെട്ട കൃഷി തുടങ്ങുന്ന മുഹൂർത്തം. കൃഷിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതായത് 1-ാം തീയതി തൊട്ട് 10-ാം ഉദയം വരെ ഉള്ള സമയം കൃഷിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു പുതുവത്സരം. എനിക്ക് തോന്നുന്നത് ചേച്ചി 10-ാം ഉദയം വരെ നമ്മൾ വിഷുക്കൈനീട്ടം വരെ 10-ാം ഉദയം വരെ കൊടുക്കാന്നൊക്കെ പറയും. അപ്പൊ ആ സമയം വരെ സൂര്യൻ ഉച്ചസ്ഥായിലും നമ്മളുടെ ഇവിടെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ചൂട് കണ്ടാലും നമുക്കറിയാം സൂര്യ ഭഗവാൻ വടക്കോട്ട് സഞ്ചരിക്കുന്ന സമയമാണ്. അത് ഏറ്റവും നല്ല മുഹൂർത്തമാണ്. ആണല്ലോ ഉത്തരായനം എന്ന് പറയുന്നതും. ക്ഷേത്രങ്ങളിൽ ഉത്സവമെല്ലാം ഈ ഉത്തരായന കാലത്തിലാണ് നടത്തപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ മേട 1 എടുക്കുന്നത്. പിന്നെ മേട 2 വന്ന എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മള് എങ്ങനെയാണ് വിഷു കണക്കാക്കുന്നതെന്ന് വെച്ചാൽ ഈ സംക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സൂര്യൻ ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് കടക്കുന്ന സമയമാണ് സംക്രമം. അങ്ങനെയാണ് ഓരോ മാസവും ഉണ്ടാകുന്നത്. അപ്പൊ ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് കടക്കുന്നത് സൂര്യോദയത്തിന് മുമ്പാണെങ്കിൽ അന്നാണ് വിഷു ആ സമയം. നേരെ മറിച്ച് സൂര്യൻ ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് കടക്കുന്നത് അന്നത്തെ സൂര്യോദയം കഴിഞ്ഞിട്ടാണെങ്കിൽ വിഷു അടുത്ത ദിവസമായിട്ട് നമ്മൾ കണക്കാക്കും. അപ്പൊ അതുകൊണ്ടാണ് ചിലപ്പോ ഈ ഒരു വ്യത്യാസം വരുന്നത്. ചേച്ചി, അപ്പൊ ഋതുക്കളുമായി ബന്ധപ്പെട്ടിട്ടാണോ നമ്മുടെ ഈ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ നടക്കുന്നത്? മിക്കവാറും എല്ലാ ആഘോഷങ്ങളും നമ്മളുടെ കാലാവസ്ഥ അല്ലെങ്കിൽ ഋതുക്കൾ ഇതുമെല്ലാം ആയിട്ട് ബന്ധപ്പെട്ടാണ് നടക്കുന്നത്. അതിന് കാരണമുണ്ട്. എന്താണ് പ്രധാന കാരണം എന്ന് വെച്ചാല് നമ്മളുടെ ആചാര്യന്മാര് നമ്മളുടെ ആരോഗ്യത്തിനെ പറ്റി, ഇപ്പൊ ആധ്യാത്മികമായിട്ടുള്ള പുരോഗതി നമുക്ക് വേണം, പക്ഷെ അതോടൊപ്പം തന്നെ എപ്പോഴും നമ്മളുടെ ആരോഗ്യത്തെ പറ്റി അവര് എപ്പോഴും കരുതലുള്ളവരായിരുന്നു. അതുകൊണ്ട് നമ്മളുടെ ഏത് ആചരണ പദ്ധതിയോ വ്രതങ്ങളോ നോക്കിയാലും
നമ്മൾ സാധാരണ പറയില്ലേ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള രീതിയിൽ എല്ലാ കാലവും നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളത് അവരെപ്പോഴും ഉറപ്പാക്കിയിരുന്നു. അപ്പം അത് നമ്മളുടെ ആഘോഷങ്ങളെല്ലാം നോക്കി അറിയാം. പല ആചാര്യന്മാരും പറയാറുണ്ട് ഈ രോഗമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ആരോഗ്യം ഉണ്ടെന്നല്ല അർത്ഥം. മനസ്സിലായില്ലേ? അപ്പം ആരോഗ്യം ഉണ്ടാക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അപ്പം അത് നമ്മളുടെ ഏത് ചടങ്ങുകൾ നോക്കിയാലും അറിയാം. ഇപ്പം ശിവരാത്രി ആണെങ്കിലും പൗർണമിക്ക് ഗിരിവലം നമ്മൾ ചെയ്യുന്നതാണെങ്കിലും തിരുവാതിര നോക്കിക്കഴിഞ്ഞാലും ഏതിനും ഈ കാലാവസ്ഥയും ആ സമയവും ഗ്രഹങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അപ്പം അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ ആണെങ്കിലും നമ്മൾ വിഷുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, സൂര്യൻ ഉച്ചസ്ഥായിയിൽ എത്തുമ്പോഴാണ് എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രഹം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഗ്രഹിക്കുക, പിടിക്കുക എന്നൊക്കെയാണ്. പക്ഷെ നമ്മളത് ഇംഗ്ലീഷിലേക്ക് പറയുമ്പോൾ പൊതുവെ പ്ലാനറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ സ്കൂളിൽ ഈ പ്ലാനറ്റ്സിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ നവഗ്രഹങ്ങളെ പറ്റിയും പഠിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ പോയി നവഗ്രഹങ്ങളെ കാണുമ്പോൾ അതിനകത്ത് യുറാനസും നെപ്റ്റ്യൂണും പ്ലൂട്ടോയും ഒന്നുമില്ല അമ്പലത്തിൽ പോകുമ്പോൾ. അതുപോലെ തന്നെ ഭൂമിയും ഇല്ല. എന്നാൽ നമ്മൾ സ്കൂളിൽ പഠിച്ചതിനകത്ത് ഇതെല്ലാം ഉണ്ട്. അപ്പൊ പ്ലാനറ്റ്സ് അല്ല ഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ക്ഷേത്രത്തിൽ പോയാലും ഗ്രഹങ്ങളെ കാണാലോ. ഗ്രഹം എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുക, പിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇരിക്കുന്നത് ഭൂമിയിലാണ്. ഭൂമിയിലിരിക്കുന്ന നമ്മളെ ഈ ഗ്രഹങ്ങൾ എങ്ങനെ ബാധിക്കുന്നു, ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ബാധിക്കും. കാരണം വേലിയേറ്റവും വേലിയിറക്കും ഇത്രയും വലിയ സമുദ്രത്തെ ബാധിക്കുമെങ്കിലാണോ പിന്നെ നമ്മളെ ബാധിക്കാത്തത്? അതെ, തീർച്ചയായിട്ടും. അതുപോലെ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡീസിലൊക്കെ പറയുന്നുണ്ട് ഈ അമാവാസി പൗർണമി ദിവസങ്ങളിലൊക്കെ ഈ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് അസുഖം കൂടും, ആക്സിഡൻസ് വളരെയധികം. തീർച്ചയായിട്ടും ഇതെല്ലാം സൂര്യനും ചന്ദ്രനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്, ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പൊ ഭൂമി അതിനകത്ത് ഇല്ലാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാല് ഭൂമിയിലിരിക്കുന്ന നമ്മളെ ഏതെല്ലാം ഗ്രഹങ്ങൾ ബാധിക്കുന്നു എന്നാണ്. അല്ലെ, ബഹിരാകാശത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നല്ല നമുക്കറിയേണ്ടത്, നമുക്ക് എന്ത് സംഭവിക്കുന്നു. ഇവിടെയുള്ള നമുക്ക് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും ഉണ്ട്, അല്ലെ, പക്ഷിമൃഗാദികൾക്കും ഉണ്ട്, ചെടികൾക്കും ഉണ്ട് ഈ ഗ്രഹങ്ങൾ ബാധിക്കുന്നുണ്ട്. അപ്പൊ അതിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ജ്യോതിശാസ്ത്രം എന്ന് പറഞ്ഞ് പറയുന്നത്. അപ്പൊ ആ കൂടുതലായിട്ട് ബാധിക്കുന്ന ദിവസങ്ങൾ ഇപ്പൊ ശിവരാത്രി എടുത്തു കഴിഞ്ഞാല് അമാവാസിയുടെ തലേ ദിവസമാണ്. അപ്പൊ അന്ന് ചന്ദ്രന്റെ 16 കലകളും ഇല്ലാതെയായി ഒരു കല മാത്രമായിട്ട് ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഈ ചന്ദ്രന് മനസ്സുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നു. കാരണം ഈ ചന്ദ്രന്റെ കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതനുസരിച്ച് നമ്മുടെ മനസ്സിലും വ്യത്യാസം വരും. ചന്ദ്രന് സകല മൂലകങ്ങളും ഉണ്ട് എന്ന് പറയും ചന്ദ്രനില്. അതാണ് പൗർണമി ദിവസം ഈ അരുണാചലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗിരിപ്രദക്ഷിണം വളരെ വിശേഷമാണ്. ആ മലയ്ക്ക് പ്രദക്ഷിണം വയ്ക്കുക. കാരണം പൗർണമി ദിവസം ചന്ദ്രൻ 16 കലകളുമായിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ ഈ ഔഷധ വീര്യമുള്ള മൂലകങ്ങളെല്ലാം ഈ പർവ്വതത്തിൽ വീഴുമ്പോൾ ഇതിനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഇത് നമ്മളുടെ ശരീരത്തിലേക്ക് പതുക്കെ പ്രവേശിക്കും. അപ്പൊ അതുകൊണ്ട് പൗർണമി വളരെ വിശേഷ. പൗർണമി പൂജകൾ കാരണം മനസ്സുമായിട്ട് ബന്ധമുണ്ട്. ഈ കിരണങ്ങളൊക്കെ നമ്മളുടെ അന്തരീക്ഷത്തിൽ വരുമ്പോൾ നമ്മളുടെ മനസ്സ് വളരെയധികം ഉത്തേജിപ്പിക്കപ്പെടും. അതുപോലെ അമാവാസിയുടെ തലേദിവസമൊക്കെ ആവുമ്പോൾ നമ്മളുടെ മനസ്സും അതുപോലെ ക്ഷീണിച്ചായിരിക്കും ഇരിക്കും. അപ്പൊ അന്ന് രാത്രി നമ്മൾ ഉറക്കളച്ച് ഭജനം ചെയ്യണം, ഈശ്വര ഭജനം ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ്. അപ്പൊ ഇതുപോലെ തിരുവാതിര നോക്കിയാൽ നമ്മൾ ആ സമയമാകുമ്പോഴത്തേക്കും ദശപുഷ്പം എല്ലാം വെച്ച് പിടിപ്പിക്കും. ആ സമയത്ത് എന്താ വെച്ചാൽ ഇതെല്ലാം തലയിൽ ചില പൂക്കളൊക്കെ ചൂടും, അല്ലെ, ചില ചെടികളൊക്കെ ചൂടും. ഇതിന്റെ പതുക്കെ ആ മണമൊക്കെ നമ്മളുടെ ശരീരത്തിലേക്ക് വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ഇതെല്ലാം ഓരോ കാലഘട്ടത്തിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആചരണ പദ്ധതികൾ കാണും. അപ്പൊ അതുകൊണ്ട് എന്നും നമ്മളെ ആരോഗ്യമുള്ളവരാക്കി വെക്കാൻ ഈ ആചരണ പദ്ധതികൾ ഇതിനു വേണ്ടി മാത്രമല്ല, ആധ്യാത്മികമായിട്ടുള്ള ഒരു പോയിന്റ് ആംഗിൾ അവിടെ ഉണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ എപ്പോഴും നമ്മളെ, കാരണം നമ്മൾ ശരീരം കൊണ്ട് ആരോഗ്യമായിട്ട് ഇരുന്നാലല്ലേ നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ട് നമ്മളുടെ ആചാര്യന്മാർ എല്ലാ കാലഘട്ടത്തിലും വ്രതങ്ങളാണെങ്കിലും അല്ലെ 15 ദിവസം കൂടുമ്പോൾ നമ്മളൊരു പ്രദോഷ വ്രതം എടുക്കണം. അപ്പൊ നമ്മൾ കഴിക്കാതിരിക്കണം, 15 ദിവസം കഴിച്ചതിനെ ഒന്ന് നമ്മൾ മയപ്പെടുത്താൻ എന്നൊക്കെ പറയും. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഗ്രഹങ്ങൾ നമ്മളെ ബാധിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഋതുക്കൾക്ക് വളരെയധികം പ്രാധാന്യം. ഋതുക്കൾ എത്രയുണ്ട്? 2 മാസം ചേരുമ്പോഴാണ് ഒരു ഋതു വരുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് മൊത്തം 6 ഋതുക്കളാണ്. നമ്മൾ സീസൺസ് എന്ന് പറയും. അപ്പൊ ഇപ്പൊ ചൈത്രമാസമാണ് അല്ലെ. ഈ ചൈത്രമാസം കഴിഞ്ഞാൽ പിന്നെ ഇനി വരുന്ന വൈശാഖ മാസമാണ്.
അപ്പൊ ഇത് രണ്ടും കൂടെ ചേരുന്ന ഋതുവിന് പറയുന്ന പേരാണ് വസന്തകാലം. അതായത് പൂക്കാലം. ഇപ്പൊ നമ്മൾ നോക്കിയാൽ അറിയാം, എവിടെ നോക്കിയാലും പൂക്കൾ നിറഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ്. കാരണം സൂര്യപ്രകാശം നല്ലതുപോലെ ഉണ്ട്. ഈ ഋതുക്കളുടെ രാജാവ് എന്നാണ് ഈ വസന്തകാലത്തിനെ പറയുന്നത്, വസന്ത ഋതുവിനെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഋതുവില് ഈ പൂക്കളെല്ലാം പൂക്കും, ആ കണിക്കൊന്നയൊക്കെ നല്ലപോലെ പൂത്തു നിൽക്കും, പൂക്കളെല്ലാം നിറയുണ്ട്, അന്തരീക്ഷം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന സമയം. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഋതുവിന് പ്രാധാന്യമുള്ളത്. അപ്പൊ ഈ സമയത്ത് നമ്മൾ ഈ വിഷു പോലെയുള്ളത് ആചരിക്കുന്നതിന്റെ പ്രാധാന്യവും അത് തന്നെയാണ്. വിഷുദിനത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചെല്ലാം ചേച്ചി വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തന്നു. ഇനി നമുക്കറിയാനുണ്ട് വിഷുക്കണിയെ കുറിച്ച്, വിഷു കൈനീട്ടത്തെ കുറിച്ച്. ആ വിശേഷങ്ങളെല്ലാമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ചേച്ചിയോടൊപ്പം കൂടാം. ചേച്ചി വളരെ നന്ദി. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.